ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2026 നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണിത്. കുറച്ച് കാലത്തിന് ശേഷമാണ് നമ്മൾ പുതിയൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അതിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ ജനുവരി 26 റിപ്പബ്ലിക് ദിനമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ ക്വിസ് മത്സരത്തിൽ ചോദിക്കാൻ സാധ്യതയുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ പറഞ്ഞു തരുന്ന വീഡിയോ ആണ്. നമുക്കുടൻ തന്നെ വീഡിയോയിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോസ് സ്ഥിരമായി കാണുന്ന കൂട്ടുകാർക്കറിയാം, നമ്മൾ എപ്പോഴും ഏതൊരു ക്വിസുമായി ബന്ധപ്പെട്ട ആദ്യത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ആ ഒരു ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട എളുപ്പമുള്ള കാര്യങ്ങളാണ്. ചിലപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ചിലത് പുതിയ അറിവായിരിക്കാം. അതുകൊണ്ട് നിങ്ങൾ വീഡിയോയിലെ എല്ലാ ചോദ്യങ്ങളും പഠിച്ചുവെന്ന് ഉറപ്പുവരുത്തുക. റിപ്പബ്ലിക് ദിനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ബേസിക്കായ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചോദ്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി വരുന്ന വീഡിയോസിൽ നമ്മൾ ടഫായ ചോദ്യങ്ങൾ ഉൾപ്പെടുത്തുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ മറ്റെല്ലാ വീഡിയോസിലും ഉള്ളതുപോലെ ഈ വീഡിയോയുടെ അവസാനവും നിങ്ങൾക്ക് വേണ്ടി ഒരു ബോണസ് ക്വസ്റ്റ്യൻ നൽകിയിട്ടുണ്ട്. ബോണസ് ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയാത്തവർക്ക് വേണ്ടി പറയാം. വീഡിയോയുടെ അവസാനം നിങ്ങൾ ഓഡിയൻസിന് വേണ്ടി നൽകുന്ന ഒരു ചോദ്യമാണിത്. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരൊക്കെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നുവോ അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അതാണ് ബോണസ് ക്വസ്റ്റ്യൻ്റെ സ്പെഷ്യാലിറ്റി. അത്തരത്തിലുള്ള ഒരു ബോണസ് ക്വസ്റ്റ്യൻ ഈ വീഡിയോയുടെ അവസാനം നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ അവസാനം വരെ കാണുക. അപ്പോൾ നമുക്കിനി ഈ വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. വീഡിയോയിലെ ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ചോദ്യം ഇതാണ്: 2026 ഇന്ത്യയുടെ എത്രാമത്തെ റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്? ഉത്തരം 77. അതായത് 2026 ഇന്ത്യയുടെ 77ാമത് റിപ്പബ്ലിക് ദിനമാണ് ആഘോഷിക്കുന്നത്. അതായത് നമ്മൾ അടുത്ത ആഴ്ച ജനുവരി 26 ആഘോഷിക്കുന്നത് ഇന്ത്യയുടെ 77ാമത്തെ റിപ്പബ്ലിക് ദിനമാണ്. രണ്ടാമത്തെ ചോദ്യം: ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിനം ഏതാണ്? ഉത്തരം 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ദിനം ഏതാണെന്ന് ചോദിച്ചാൽ 1949 നവംബർ 26 മൂന്നാമത്തേത് വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. അതുപോലെ തന്നെ LP തലത്തിൽ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? വളരെ എളുപ്പമുള്ള ചോദ്യമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന ചോദ്യമാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ BR അംബേദ്കർ ആണ്. മൂന്നാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. വീഡിയോയിലെ നാലാം ചോദ്യം: ഇന്ത്യയുടെ പ്രഥമ നിയമമന്ത്രി ആരായിരുന്നു? ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ആര്? അതിൻ്റെ ഉത്തരവും ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. അറിഞ്ഞിരിക്കുക, ഇന്ത്യയുടെ പ്രഥമ അതായത് ഇന്ത്യയുടെ ആദ്യത്തെ നിയമമന്ത്രി ഡോക്ടർ BR അംബേദ്കർ ആണ്. വീഡിയോയിലെ അഞ്ചാമത്തെ ചോദ്യം: റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? സിമ്പിളായി പറയുകയാണെങ്കിൽ ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതി ആരാണ് എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. അതായത് റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്. വീഡിയോയിലെ ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു? ഉത്തരം ഡോക്ടർ BR അംബേദ്കർ. ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ഡോക്ടർ BR അംബേദ്കർ ആയിരുന്നു. ആറാമത്തെ ചോദ്യത്തിന്റെ ഉത്തരവും ഡോക്ടർ BR അംബേദ്കർ. വീഡിയോയിലെ ഏഴാമത്തെ ചോദ്യം: ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ്?
ഉത്തരം നന്ദലാൽ ബോസ്. ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരന്റെ പേരാണ് നന്ദലാൽ ബോസ്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്. ഉത്തരം നന്ദലാൽ ബോസ്. വീഡിയോയിലെ 8ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ 1ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു? ഇന്ത്യയുടെ 1ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആയിരുന്ന അഹമ്മദ് സുകാർണോയാണ്. അതായത് ഇന്ത്യയുടെ 1ാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി അന്നത്തെ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ആണ്. അദ്ദേഹത്തിന്റെ പേരാണ് അഹമ്മദ് സുകാർണോ. ഇത് ഇമ്പോർട്ടൻ്റ് ആയ ചോദ്യമാണ്, ഓർത്തിരിക്കുക. 9ാമത്തെ ചോദ്യം, ലിഖിത ഭരണഘടനകളിൽ അതായത് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ ഏറ്റവും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ്? ലിഖിത ഭരണഘടനകളിൽ അഥവാ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന അമേരിക്കൻ ഭരണഘടനയാണ്. അതായത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ചെറുതും അതുപോലെ തന്നെ പഴക്കമുള്ളതും. വീഡിയോയിലെ 10ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അതിനു മുമ്പ് നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ ഇപ്പോൾ തന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. 10ാമത്തെ ചോദ്യം ഇതാണ്, ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏതാണ്? ഒരു സംശയവും വേണ്ട, അത് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. അതായത് നേരത്തെ പറഞ്ഞ റിട്ടൺ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയാണ്. 10ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. 11ാമത്തെ ചോദ്യം, നമ്മൾ നേരത്തെ പറഞ്ഞു ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമാണ് അമേരിക്കൻ ഭരണഘടന. ആ അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏതാണ്? അമേരിക്കൻ ഭരണഘടന അഥവാ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം 1789 ആണ്. അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വന്ന വർഷം അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു, 1950 ആണ്. അപ്പോൾ ഈ 2 വർഷങ്ങൾ ഓർത്തിരിക്കുക. അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്നത് 1789, ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് 1950. വീഡിയോയിലെ 12ാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ റിപ്പബ്ലിക് ഡേ എന്ന് പറയാറുണ്ട്. അതിലെ ഈ റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം ജനക്ഷേമ രാഷ്ട്രം എന്നാണ്. ഉത്തരം ജനക്ഷേമ രാഷ്ട്രം. 12ാമത്തെ ചോദ്യം, റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ഉത്തരം ജനക്ഷേമ രാഷ്ട്രം. വീഡിയോയിലെ 13ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏതാണ്? 13ാമത്തെ ചോദ്യം ഇതാണ്, ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത്? സിംഹമുദ്രയാണ് ഇന്ത്യയുടെ ദേശീയ മുദ്ര. 13ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം സിംഹമുദ്ര. വീഡിയോയിലെ 14ാമത്തെ ചോദ്യം, റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്ന്? ഉത്തരം രാഷ്ട്രപതി ഭവനിൽ നിന്ന്. റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് രാഷ്ട്രപതി ഭവനിൽ നിന്നാണ്. 14ാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം രാഷ്ട്രപതി ഭവൻ. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ക്വിസ് ആൻഡ് ഫാക്ട്സിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിനെ പരിചയപ്പെടുത്തുകയാണ്. വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. ആ ഒരു ലിങ്ക് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ ക്വിസ് വീഡിയോസിൻ്റെ ചോദ്യങ്ങളും ഉത്തരങ്ങളും നിങ്ങൾക്ക് PDF രൂപത്തിൽ ലഭിക്കുന്നതാണ്. ഈ PDF ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് എളുപ്പത്തിൽ ഈ ഒരു ക്വിസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ സാധിക്കും. അപ്പോൾ PDF ലഭിക്കണമെങ്കിൽ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്.
15ാമത്തെ ചോദ്യം, ഇത് കഴിഞ്ഞാലുടൻ ബോണസ് ചോദ്യമാണ്. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ്? ഉത്തരം വിജയ് ചൗക്ക്. റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റീട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് വിജയ് ചൗക്കിൽ വെച്ചാണ്. ഇനി നമുക്ക് നിങ്ങളെല്ലാവരും കാത്തിരിക്കുന്ന ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ബോണസ് ചോദ്യത്തിൻ്റെ പ്രത്യേകത എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഈ ചോദ്യത്തിൻ്റെ ഉത്തരം ആരൊക്കെയാണോ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുന്നത് അതിൽ കുറച്ച് പേരെ സെലക്ട് ചെയ്ത് നമ്മൾ അടുത്ത വീഡിയോയിൽ വിന്നറായി പ്രഖ്യാപിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ബോണസ് ചോദ്യത്തിലേക്ക് കടക്കാം. ഈ വീഡിയോയിലെ ബോണസ് ചോദ്യം ഇതാണ്. ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏതാണ്? ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത്? ഉത്തരം അറിയുന്ന എല്ലാവരും കമൻറ്റ് ബോക്സിൽ ഉത്തരം രേഖപ്പെടുത്തുക. ഉത്തരത്തിൻ്റെ കൂടെ നിങ്ങളുടെ പേര് രേഖപ്പെടുത്താൻ മറക്കരുത്. എന്നാൽ മാത്രമേ നിങ്ങൾ ആരാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ ഈ ഒരു ചോദ്യത്തിൻ്റെ ഉത്തരവും അതുപോലെ തന്നെ വിന്നേഴ്സിനെ നമ്മൾ അടുത്ത റിപ്പബ്ലിക് ദിന ക്വിസ് വീഡിയോയുടെ തുടക്കത്തിൽ പറയുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി എല്ലാവരും കാത്തിരിക്കുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുന്ന കാര്യം മറക്കരുത്. ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ അവസാനം വരെ കണ്ട എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. ഇതുപോലെ